കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഡ്രഡ്ജർ എത്തിച്ച് ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശിരൂരിൽ നിന്ന് സിജു കണ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിജു, ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത്, അതായത് ഗംഗാവലി പുഴയുടെ അഴിമുഖത്ത് നിന്ന് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. വേലിയേറ്റ സമയം, വേലിയിറക്ക സമയം, 2 പാലങ്ങൾ കടന്നു വേണമായിരുന്നു ഷിരൂരിലേക്ക് ഈ വലിയ ഡ്രഡ്ജർ എത്തിക്കാൻ. പുഴയുടെ ആഴം ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. എങ്കിൽ പോലും ഇന്ന് രാവിലെയോടുകൂടി ഷിരൂരിൽ ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമോ? കാരണം 1 മാസമായി അവിടെ തിരച്ചിൽ നിർത്തിവെച്ചിട്ട് അർജുനെക്കുറിച്ച് ഇപ്പോഴും നമുക്കൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. വിനിഷ, ഇന്നലെ രാത്രി മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് ഗംഗാവാലി പുഴയിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ രാത്രി വെളിച്ചക്കുറവ് മൂലം ഡ്രഡ്ജർ കരയോടടുപ്പിച്ച് നിർത്തിയിട്ടിരുന്നു. ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം യാത്ര തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം രാവിലെ 10 മണിയോടുകൂടി ഡ്രഡ്ജർ ഇവിടെ ഈ അപകടം നടന്ന ഷിരൂരിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 16-നാണ് ഇവിടെ തെരച്ചിൽ നടന്നത്. അന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പറഞ്ഞാണ് തെരച്ചിൽ നിർത്തിയത്. അതിനുശേഷം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. നിരവധി പ്രതിസന്ധികൾക്കൊടുവിലാണ് ഇപ്പോൾ ആ ഡ്രഡ്ജർ ഇവിടെ എത്താൻ പോകുന്നത്. കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പ്രധാന ആവശ്യമുണ്ടായിരുന്നത് ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന നടത്തണം, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നാണ്. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 1 മാസത്തിന് ശേഷം, 1 മാസവും 4 ദിവസവും ഇന്നേക്ക് പിന്നിടുന്നു തെരച്ചിൽ നിർത്തി. അതിനുശേഷം ഇന്ന് തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട്. നിങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഈ തെരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ നടത്തണമെന്ന്. ഇപ്പോൾ അല്പസമയത്തിനകം ഡ്രഡ്ജർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ് MLA, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ജനപ്രതിനിധികൾ, പിന്നെ നമ്മുടെ ഗവൺമെൻറ് എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. അവർക്കെല്ലാം നന്ദി പറയുകയാണ് ഈ സമയത്തിൽ. പിന്നെ ഡ്രഡ്ജർ അല്പസമയത്തിനകം തന്നെ എത്തി. ഏകദേശം ഒരു 12 മണി 1 മണി ആകുമ്പോഴേക്കും ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കും. അർജുൻ എന്ത് സംഭവിച്ചു എന്നാണ് അറിയണമെന്നാണ് ഏറ്റവും ഒടുവിൽ ജിതിനെ കണ്ട സമയത്ത് ജിതിൻ പറഞ്ഞിരുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ അർജുൻ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ക്യാബിൻ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് തന്നെയാണ് ഈ നിലവിൽ നമുക്ക് ചെയ്യാനുള്ളത്. പ്രതീക്ഷയുണ്ട്. ലോറി കണ്ടെത്താൻ പറ്റും, അർജുനിലേക്ക് എത്താൻ പറ്റും, മറ്റ് 2 പേരേക്ക് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏതായാലും കുടുംബം പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ലോകേഷ്, അതോടൊപ്പം തന്നെ ജഗന്നാഥൻ എന്നിവരെ കർണാടക സ്വദേശികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനുള്ളൊരു തിരച്ചിലാണ് നടക്കുന്നത്. നേരത്തെ നമുക്ക് പുഴയിലേക്ക് നോക്കിയാൽ കാണാം, പുഴയുടെ ഒഴുക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായി കല്ലും മരങ്ങളും പാറക്കല്ലുകളും എല്ലാം അടിഞ്ഞുകൂടി നിൽക്കുന്ന സ്ഥലം കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തിരച്ചിൽ മുമ്പ് നടത്തുന്ന സമയത്ത് ഇത്രത്തോളം ദൃശ്യമായിരുന്നില്ല. വലിയ ജലനിരപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുഴയിലെ ഒഴുക്കിന്റെ തോത് വലിയ തോതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒഴുക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിൽ 3 നോട്ട്സിൽ താഴെയാണ് ഒഴുക്കിന്റെ തോത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഈ മധ്യഭാഗത്തിനും അതോടൊപ്പം തന്നെ ഈ കരയ്ക്കും ഇടയിലുള്ള ഒരു ഭാഗത്ത് നാവികസേന അടയാളപ്പെടുത്തിയ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത്. ഏതായാലും ശ്രമകരമാണ്. കാരണം വലിയ തോതിൽ പുഴയിലേക്ക് മണ്ണും മരങ്ങളും കല്ലും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം നീക്കം ചെയ്യണം. ആദ്യം നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. ഏതായാലും 10 മണിയോടുകൂടി ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 കടന്നാണ് മഞ്ജുഗുനിയിലുള്ള റോഡ് പാലം മറികടന്നത്. അതിനുശേഷം ഈ വേലിയിറക്ക സമയത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ വേലിയിറക്ക സമയത്തായിരുന്നു ഈ പാലത്തിന്റെ അടിഭാഗത്തു കൂടി കടന്നു
കടന്നു വന്നത്. പിന്നീട് കടക്കാനുള്ളത് ഇവിടെ തൊട്ടടുത്തുള്ള ഷിരൂരിനടുത്തുള്ള റെയിൽവേ പാലമാണ്. ആ പാലം കടക്കണമെങ്കിൽ അവിടെ ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് മാത്രമേ അതുവഴി കടന്നു വരാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഏറെ നേരം കാത്തിരുന്നു. പിന്നീട് രാത്രി വെളിച്ചക്കുറവിന്റെ ഒരു പ്രശ്നം കാരണമാണ് ഡ്രഡ്ജർ യാത്ര നിർത്തിവെച്ചത്. സാധാരണ കടലിൽ യാത്ര ചെയ്യുന്നത് പോലെ പുഴയിൽ ആ രീതിയിൽ യാത്ര ചെയ്യാൻ സാധ്യമല്ല. കാരണം ആഴം കുറവും കൂടുതലും ഉള്ള പ്രദേശങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുക ദുഷ്കരമാണ്. അതുകൊണ്ടാണ് രാത്രി യാത്ര നിർത്തിവെച്ചത്. അല്പസമയത്തിനകം യാത്ര തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേലിയേറ്റ സമയത്ത് മാത്രമേ ഈ ഷിരൂരിനടുത്തുള്ള ഈ റെയിൽവേ പാലത്തിന്റെ അടിയിൽ കൂടി കടന്ന ഈ ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തെത്താൻ കഴിയും. ഈ പാലത്തിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ഇപ്പുറത്താണ് അപകടം നടന്ന സ്ഥലം. അല്പസമയത്തിനകം ഡ്രഡ്ജർ യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിൻഷ.